അമ്പലത്തിൽ നിന്ന് മടങ്ങണ വഴിക്ക് ഞാൻ കാർത്തിക മുതലാളിയുടെ ബംഗ്ലാവിലൊന്ന് കയറി. അയാളെത്തിയിട്ടില്ല, വരും. കാര്യം കാണാൻ കിട്ടണില്ല എന്ന് നമ്മൾ പരാതി പറയും. അയാൾ ഒരുപാട് ബിസിനസ് എസ്റ്റാബ്ലിഷ്മെന്റ്സ് ഒക്കെ ഉള്ള ആളല്ലേ, തിരക്കുണ്ടാവും. മംഗലശ്ശേരി നീലകണ്ഠൻ ദരിദ്രനായിച്ചാലും മകൻ മുതലാളിയാണടോ, വലിയ മുതലാളി. പക്ഷെ ആ പണം നൽകുന്ന സുഖം ഞാൻ നിഷേധിച്ചിട്ടുണ്ട്. എനിക്ക് അയാളോട് സ്നേഹമില്ല എന്ന് അതുകൊണ്ട് അർത്ഥമില്ല. പിന്നെ ഞാൻ കൊടുക്കാതെ മാറ്റിവെച്ച സ്നേഹം താൻ വാരിക്കോരി കൊടുക്കണുണ്ടല്ലോ. അപ്പൊ ഞാൻ പറഞ്ഞു വന്നത്, തനിക്കൊരു ദേഹസുഖമില്ലാണ്ടായിട്ട് കിടക്കണ കാണുമ്പോ അച്ഛൻ എന്താ നല്ല ഡോക്ടേഴ്സിനെ ഒന്നും കാണിക്കാതിരുന്നെന്ന് അയാൾ ചോദിച്ചാൽ ഞാൻ എന്താ പറയാ? അതുകൊണ്ട് നമുക്കൊന്ന് പോവാം. ഞാൻ തൃശ്ശൂര് രാമേന്ദ്രൻ ഡോക്ടറെ വിളിച്ച് ഏർപ്പാടാക്കിയിട്ടുണ്ട് ഒരു ചെക്കപ്പ്. ഇനിയിപ്പോ 2 ദിവസം അവിടെ കിടക്കണ അച്ഛാ. ചെയ്യാം. എന്താ അമ്മേ, ഈ മരുന്ന് കഴിച്ചിട്ട് കിടന്നോളൂ. ആ, വാര്യരെവിടെ? താഴെയുണ്ട്. അയാൾ വരണമെന്നില്ല, ഇവിടെ നിൽക്കട്ടെ. മുതലാളിയുടെ ഫോൺ വല്ലതും വന്നാൽ പറയാലോ. അമ്മേ, അമ്മേ, എന്തായി ചെയ്തത്? എന്നെ വിട്ടു പോയി കളഞ്ഞാൽ ഇക്കഴിഞ്ഞ കാലം മുഴുവൻ കണ്ണിമ ചിമ്മാതെ എനിക്ക് കൂട്ടിരുന്ന താൻ ഒരു വാക്ക് പോലും പറയാതെ പോയി കളഞ്ഞല്ലോ. നീല, പോയടോ വരേ, എന്റെ പ്രാണം പോയി. താന്ന് വിളിച്ചു നോക്കണോ, ഒന്നുറക്കം വിളിച്ചു നോക്കണോ. എന്റെ ചങ്ക തീർന്നു. ശബ്ദം പോയിരുന്നോ? നീലന്റെ കണ്ണീര് കണ്ടിട്ടും ഉണരാത്ത ഉറക്കത്തിൽ നിന്ന് ആർക്കും ഉണർത്താൻ കഴിയില്ല ആ കുട്ടിയെ. ശിവനെ, നീല ശിവദാസന MLA, നമ്മുടെ കുഞ്ഞനന്ദന്റെ മോൻ. കാർത്തികേയൻ. വിവരമൊന്നുമില്ല. വാ. നീല, നേരത്തോട് നേരായി മോന്റെ വിവരമൊന്നും കിട്ടിയിട്ടില്ല. പോവാൻ ചാൻസ് ഉള്ളിടത്തെല്ലാം അന്വേഷിച്ചു, പലരെയും പല വഴിക്ക് വിട്ടിട്ടുമുണ്ട്. പക്ഷേ ഇനിയും അതിനങ്ങനെ കിടത്തണോ? വേണ്ട,
പാപമാണ്. വളരെ തയ്യാറായിക്കോളൂ. തയ്യാറാണ് കൊള്ളി വെക്കാൻ. ഞാനുണ്ട്. ശാസ്ത്രവിധിക്ക് തെറ്റാവുന്നാലും അതും കൂടെ ഞാൻ തന്നെ ചെയ്യണമെന്നാവും. നിന്റെ തന്റെ ശേരൻ എന്റെ അമ്മയ്ക്ക് ഇവിടെ ചികിത്സയില്ലെന്ന് പറഞ്ഞാടി. എന്റെ അമ്മ ഇവിടെ ഇറക്കി വിട്ടാടി. ആൻസർ മീ. എന്റെ അമ്മയെ കൊന്നലടി. മംഗലശ്ശേരി നീലകണ്ഠൻ പണ്ട് ദേ കാണിച്ചതാ കൈവെട്ടി എടുത്തപ്പം. കാർത്തികനത് കാണിക്കില്ല, തലയെറിഞ്ഞ് തള്ളും. എന്റെ അമ്മയുടെ സൂപ്പർ സ്പെഷ്യാലിറ്റി ഈ കോപ്പെല്ലാം തട്ടിപ്പൊളിച്ച്. എന്റെ പാവ അമ്മയ്ക്ക് ചികിത്സ ഇല്ലാത്ത ഈ ഹോസ്പിറ്റലിൽ ഇല്ലേ? മതി, വേണ്ട. ശിവദാസൻ ഇവിടെ കൊണ്ട് തീരുന്നില്ലെന്നും അത്രയ്ക്ക് വലിയ മുറിവ എന്റെ ഉള്ളിൽ വീണത്. അത് ഉണങ്ങാൻ കണ്ണീര് വീഴ്ച ആരുടേതായാലും ഇങ്ങോട്ട് വരാൻ ഞാനാ പറയുന്നത്.